ബാബു നെന്മാറ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിക്ക് വേണ്ടി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. സർ, എൻ്റെ നിയോജകമണ്ഡലത്തിലെ നെന്മാറ ഒലിപ്പാറ റോഡ് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ അടിയന്തരമായി ഇടപെടണം എന്നതാണ് ഞാനും ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നത്. സർ, നെന്മാറ നിയോജകമണ്ഡലത്തിലെ 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും അയിലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട PWD റോഡുകളിലൊന്നാണ് നെന്മാറ ഒലിപ്പാറ റോഡ്. സർ, 10.833 കിലോമീറ്റർ ദൂരമുള്ള റോഡിന് ഇരുവശവും ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത്. ദൈനംദിനം ആവശ്യങ്ങൾക്കായി ജനങ്ങൾ ഉപയോഗിക്കുന്നതും ഈ നെന്മാറ ഒലിപ്പാറ റോഡിലൂടെയാണ്. സർ, സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശയും അനുമതിയോടെ സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്നും 16.5 കോടി അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് 2/8/2023 പ്രവർത്തനം ആരംഭിച്ചതുമാണ്. സാർ, കാസർഗോട്ടുകാരിൽ ആണ് ഒരു കരാറുകാരൻ. സാർ, 2 വർഷം കഴിഞ്ഞിട്ടും കുറച്ച് സൈഡ് പ്രൊട്ടക്ഷൻ, പിന്നെ കുറച്ച് കൽവർട്ട്, പിന്നെ ഡ്രൈനേജിൻ്റെ ചില പണികൾ, അതുമാത്രമല്ല 4 കിലോമീറ്റർ ദൂരം റോഡ് പൊളിച്ചിട്ട് കരാറുകാരൻ ആദ്യ റൗണ്ടിൽ തന്നെ അവിടെ നിന്ന് മുങ്ങി. സാർ, പിന്നീട് ഇടപെട്ടപ്പോഴാണ് 4 കിലോമീറ്റർ ദൂരത്തിൽ GSPയും WMഉം ഭാഗികമായി ചെയ്തതല്ലാതെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല. സാർ, വേനൽ വന്ന പൊടിതൂളിയും മഴ വന്ന ചെളി തെറിച്ചും ആ റോഡിലൂടെ നാട്ടുകാർക്ക് പോകാനും പറ്റുന്നില്ല. സാർ, മാസം തോറും ചേരുന്ന CMT മീറ്റിങ്ങിന് പുറമെ നിരവധി തവണ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരെയും കരാറുകാരെയും ജനപ്രതിനിധികളെയും ജനങ്ങളെയും വിളിച്ചു ചേർത്ത് മീറ്റിംഗ് നടത്തി യാത്രാ പ്രശ്നം ബോധ്യപ്പെടുത്തിയിട്ടും ഇപ്പോഴും 1 ഇഞ്ച് വർക്ക് മുന്നോട്ട് പോകുന്നില്ല. സാർ, അയിലൂർ നെന്മാറ നിവാസികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ നെന്മാറ ഒലിപ്പാറ റോഡ് നിർമ്മാണം പ്രവൃത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായ ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ടുള്ള ഇടപെടലും നടപടിയുണ്ടാകണമെന്നാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. സർ, പ്രസ്തുത റോഡിൻ്റെ ആദ്യ 1 കിലോമീറ്റർ നിലവിൽ റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെട്ടതും ഗതാഗത യോഗ്യവുമായി പരിപാലിക്കുന്ന ഭാഗമാണ്. സർ, 1 മുതൽ 11.833 കിലോമീറ്റർ വരെ നവീകരണത്തിനായിട്ട് CRFI പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുകയും പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ നിലവിൽ തടസ്സങ്ങളില്ലാതെ പ്രവൃത്തി നടത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്. കൾവർട്ടുകളുടെയും പാർശ്വഭിത്തിയുടെയും കോൺക്രീറ്റ് ഓടകളുടെയും പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. സർ, പ്രവൃത്തിയുടെ WMMൻ്റെ 2ാം നിര ഗുണനിലവാര പരിശോധന ഫലം തൃപ്തികരമല്ലാത്തതിനാൽ അത് പരിഹരിക്കാൻ കരാറുകാരന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പൂർണ്ണമായും അദ്ദേഹം പരിഹരിച്ചിട്ടില്ല. കരാറുകാരനോട് നടപടികൾ ഉണ്ടാകുമെന്ന് കർശനമായി അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരാഴ്ച അതിനുവേണ്ടി സമയം അദ്ദേഹത്തിന് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതിൽ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടായില്ല എങ്കിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ടെർമിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കുന്നതിനുള്ള നടപടികളാണ് വകുപ്പ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാർ, താങ്ക് യു.